കേരളത്തിലെ കുടുംബങ്ങളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പല ദാമ്പത്യ ബന്ധങ്ങളും തകർച്ചയുടെ വക്കിലാണ്. ഗാർഹിക പീഡനം കാരണം യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാസർഗോഡ് ജില്ലയിൽ മാത്രം 4 സ്ത്രീകളാണ് ജീവനൊടുക്കിയത്. കാസർഗോഡ് കാറടുക്കയിൽ സൈനികന്റെ ഭാര്യയെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയതാണ് ഒടുവിലത്തെ സംഭവം. മൂടാൻകുളത്തെ രാജേഷിന്റെ ഭാര്യ സൗവർണികയാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ചത്. 1 മാസം മുൻപാണ് കുടുംബം പുതിയതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത്. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക ബന്ധത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാറടുക്ക ഗ്രാമപഞ്ചായത്തിലെ കർമ്മന്തൊടി മൂടാംകുളത്ത് വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഫാനിൽ ഷാൾ കെട്ടി തൂങ്ങിയ നിലയിൽ സൗവർണികയെ കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പുതുതായി പണിത വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിലാണ് സംഭവം. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് താഴെയിറക്കി മുള്ളേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മുളിയാർ പാത്തനടക്കം സ്വദേശിനിയായ സൗവർണിക നാഗാലാൻഡിൽ സൈനികനായി സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് കുമാറിന്റെ ഭാര്യയാണ്. ദമ്പതിമാർക്ക് 2 മക്കളുണ്ട്. 1 മാസം മുൻപാണ് കുടുംബം പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങ് നടത്തിയത്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഭർത്താവ് രാജേഷ് കുമാർ പിന്നീട് ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 11:30 ശനിയാഴ്ച രാവിലെ 7 മണിക്കും ഇടയിലുള്ള സമയത്താണ് സൗവർണിക ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. വിവരമറിഞ്ഞ് ഭർത്താവ് രാജേഷ് കുമാർ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആദൂർ ഇൻസ്പെക്ടർ RC ബിജുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഭർത്തൃമതികളായ യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം തുടർക്കഥയാകുന്നത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. സൗവർണികയുടെ മരണം കൂടാതെ കാസർഗോട്ടും പരിസരങ്ങളിലുമായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 യുവതികളാണ് ജീവനൊടുക്കിയത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലും നവവധു ജീവനൊടുക്കി. നൃത്ത അധ്യാപികയായ സാന്ദ്ര താരയാണ് മരിച്ചത്. എല്ലാ സംഭവങ്ങളിലും പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.